ഹലോ, നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നാടൻ കോഴി തേങ്ങ കൊത്തിട്ട് ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈ ആണ് കേട്ടോ. ഇതേപോലെ നിങ്ങളൊന്ന് വെച്ച് നോക്കണം കേട്ടോ. ഇതാണ് കേട്ടോ മുതൽ. നല്ലൊരു ചേവലിനെ കിട്ടിയിട്ടുണ്ട്. ആദ്യം ഇതിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം നമ്മൾക്ക്. ഈ കോഴിയെ നമ്മൾ തന്നെ പാടാക്കി നേരാക്കുന്ന രീതിയാണ് കേട്ടോ. അതായത് അതിൻ്റെ രോമങ്ങളെല്ലാം പറിച്ച ശേഷം അതിനെ ഒന്ന് കരിച്ചെടുക്കണം. അതായത് ഇതിൽ ചെറിയ 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 രോമങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കരിച്ചെടുക്കുന്ന രീതിയാണത്. അപ്പോൾ ഇങ്ങനെ തീയിലിട്ടൊന്ന് കരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രോമങ്ങളൊക്കെ പോവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത്. അതിനുശേഷം മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഇതിന് വൃത്തിയായിട്ട് ഒന്ന് കഴുകി എടുക്കണം കേട്ടോ. നല്ല പോലെ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കാം. അത് കഴിഞ്ഞ ശേഷം നമ്മൾക്കിതിനെ കട്ട് ചെയ്യേണ്ട രീതിയാണ്. അപ്പോൾ ഓരോരോ ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. ഇതിൽ പ്രധാനപ്പെട്ടൊരു സാധനം ഉണ്ട് കേട്ടോ. കപ്പ എന്നാണ് നമ്മുടെ പാലക്കാടൻ രീതിയിൽ പറയണത്. ഈ സാധനം ഒന്ന് മാറ്റി കളയണം കേട്ടോ. ഇല്ലെങ്കിൽ ഇത് നമ്മുടെ ഈ ഇറച്ചിയിലൂടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലപോലെ കശക്കും. നമുക്ക് ഈ ഇറച്ചി കഴിക്കാൻ സാധിക്കില്ല. അതിനാണ് അത് മാറ്റണം എന്ന് പറഞ്ഞത്. ഇനി നമ്മൾക്കിതിന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത്തിരി അത്യാവശ്യം മൂപ്പുള്ള ഒരു മാംസമാണ് കേട്ടോ അത്. അതായത് ഈ ചേവലത്തിരി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ആ മൂപ്പാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മളതിനെ വൃത്തിയാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് കഴുകേണ്ട ആവശ്യമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ വൃത്തിയായി ഒന്ന് കഴുകിയതാണ്. അതിനുശേഷം നമുക്കൊരു പാത്രം അടുപ്പിൽ വെക്കാം. നമ്മൾ സാധാരണ അടുപ്പിലാണ് വെക്കുന്നത്. ആ പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് അതിൽ ചേർത്താം. അത് നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കണം കേട്ടോ. നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. അതിനുശേഷം നമ്മളതിൽ കുറച്ച് പച്ചമുളക് രണ്ടായി കീറിയത് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം തക്കാളിയും കുറച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒരു തക്കാളി നമ്മളതിൽ ചേർത്തിട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒരു 3 ടീസ്പൂൺ ഇതിൽ നമുക്ക് ചേർത്താം കേട്ടോ. ഒരു 1.5 കിലോ ഇറച്ചി ഉണ്ടാവും കേട്ടോ അതിൽ. അപ്പോൾ അതിനുള്ള ചേരുവകളാണ് നമ്മൾ ചേർക്കുന്നത്. അത് 2 ടീസ്പൂൺ മുളക് പൊടി നമുക്കതിൽ ചേർത്താം. അതിനുശേഷം മല്ലിപ്പൊടി 1 ടീസ്പൂൺ നമ്മൾ ചേർത്തുന്നുള്ളൂ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഗരം മസാല നമ്മളത് അരച്ചതാണ് കേട്ടോ. അത് 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമ്മൾക്കിതിൽ തേങ്ങ കൊത്ത് ചേർത്താം കേട്ടോ. അതായത് നല്ല മൂത്ത തേങ്ങയാണ്. കൊപ്പറ കിട്ടിയ ഉത്തമം. നമ്മൾക്കതിൽ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങ നല്ലപോലെ ഒന്ന് വാടണം കേട്ടോ. ഒരുപാട് പച്ച തേങ്ങയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലിട്ട് വാട്ടിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ കേട്ടോ. അപ്പോൾ നമുക്കിതിൽ എണ്ണയിലിട്ട് വാട്ടേണ്ട ആവശ്യമില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം കൊപ്രമാരിയുള്ള ഒരു തേങ്ങയാണ്, നല്ല മൂത്ത തേങ്ങയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ എണ്ണയിലിട്ട് വാട്ടാത്തത്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി എടുത്ത ശേഷം ഇറച്ചി നമ്മൾക്ക് ഇതിലിടാം. നമ്മളിതിൽ ചെയ്തിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇറച്ചിയിൽ തന്നെ നമ്മൾ കല്ലുപ്പാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. അതായത് ആവശ്യത്തിനുള്ള ഒരു 1.5 കിലോ ആവശ്യത്തിനുള്ള കല്ലുപ്പാണ് നമ്മളിതിൽ ചേർത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ ഉപ്പ് ഇട്ടിട്ടില്ല. അപ്പോൾ ഇതിലാണ് നമ്മൾ ഈ ഇറച്ചിയിലാണ് ഉപ്പിട്ട് വെച്ചിരിക്കുന്നത്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി ഈ മസാലയൊക്കെ ഒന്ന് ഈ ഇറച്ചിയിൽ പിടിക്കുന്ന പാകത്തിൽ നല്ലപോലെ ഒന്ന് ഇളക്കണം കേട്ടോ. ഒരു 10 മിനിറ്റ് ഇതിനെ ഇളക്കി നല്ലപോലെ പിടിപ്പിച്ച് ഇതിനൊന്ന് അടച്ച് വെക്കാം കേട്ടോ. അടച്ചിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് വേവട്ടെ കേട്ടോ. അതായത് ഇങ്ങനെ തന്നെ ഒന്ന് വേവണം. അതിൻ്റെ ഇടയിൽ നമുക്ക് അരി പിടിക്കണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതിനുശേഷം അതെടുത്തിട്ട് അതിൽ കുരുമുളക് പൊടി നമ്മൾക്കൊരു 2 ടീസ്പൂൺ ഒന്ന് ചേർത്താം കേട്ടോ. കറുവേപ്പില ഒരു 2 ഇതൾ നമുക്കിതിലൊന്ന് ചേർത്താം. അപ്പോൾ അടുപ്പ് അധികം കത്താതെ ശ്രദ്ധിക്കണം. ഈ സമയത്ത് അടുപ്പ് ഒരു മീഡിയം ലെവലിൽ അടുപ്പ് കത്തിച്ചാൽ മതി. എന്നിട്ട് നമ്മളിതിൽ മസാല കലർന്ന വെള്ളം ഇട്ടത് അത് നമ്മൾക്കിതിൽ ഒഴിക്കാം. മസാല വെള്ളം ഒഴിച്ച ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒരു 15 മിനിറ്റ് നമ്മളതൊന്ന് അടച്ച് വെക്കണം കേട്ടോ. ആ മണമൊക്കെ ഒന്ന് ഇറങ്ങാനായിട്ടാണ്. ഒരു 1.25 മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ ഈ ഇറച്ചി ആവാനായിട്ട്. എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാടൻ കോഴി ആയതുകൊണ്ടാണ് ഈ ഒരു സമയം ആയിരിക്കുന്നത്.
അപ്പോൾ ഇത്തിരിയും കൂടി മൂപ്പുള്ളതാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സമയം ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ സ്വാദിഷ്ടമായ കറി ആയിക്കഴിഞ്ഞു. നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.